ബഹുമാനപ്പെട്ട സുധീഷ് മാസ്റ്റർ, ബഹുമാനപ്പെട്ട ശ്രീ സുദേശ് എം രഘു, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഡോക്ടർ അമൽ സി രാജൻ, ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാ സുഹൃത്തുക്കളോടും, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോടും, ബഹുമാനപ്പെട്ട ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളോടും ആദ്യമായി ഞാൻ നന്ദിയും നമസ്കാരവും പറയുന്നു. ഇന്ന് സുധീഷ് മാസ്റ്റർ എന്നെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സർവമത സമ്മേളനത്തിനെ ആദരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ആശയങ്ങൾ പങ്കിടാനാണ്. അപ്പോൾ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് സർവമത സമ്മേളനത്തിൽ നിന്നല്ല. ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഗുരുദേവൻ സർവമത സമ്മേളനം കഴിഞ്ഞ് 19 മാസവും 4 ദിവസവും കഴിഞ്ഞ് 1925 ഒക്ടോബർ 8-ാം തീയതി ഗുരുദേവൻ കേരള കൗമുദിയിൽ ഗുരുദേവൻ്റെ ഉപദേശസാരം ഉൾപ്പെടെ പല വിഷയങ്ങളെക്കുറിച്ചും, മഹാസമാധിക്ക് ഒരു 3 വർഷം മുമ്പാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഒരു സംവാദ രൂപത്തിൽ കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ചു ഒക്ടോബർ 8-ാം തീയതി. അത് RSS ഉണ്ടാക്കുന്നതിൻ്റെ 11-ാം ദിവസമായിരുന്നു. RSS ഇനോഗ്രേറ്റ് ചെയ്തത് സെപ്റ്റംബർ 27-ാം തീയതി 1925 ഒക്ടോബർ 8-നാണ് 25-നാണ് ഗുരുദേവൻ്റെ ഈ സംവാദം കേരള കൗമുദി പ്രിൻ്റ് ചെയ്യുന്നത്. അത് പല പ്രാവശ്യവും ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് ഗുരുദേവൻ്റെ അനുവാദത്തോടു കൂടിയാണ് പ്രിൻ്റ് ചെയ്തതെന്ന് മഹാനായ പത്രാധിപർ വളരെ ക്ലിയറായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം ബോധാനന്ദ സ്വാമിയെ കാണിച്ചു, ഒരു സന്യാസി സംഗമത്തിൽ അത് വായിച്ചു സംവാദത്തിന്, പിന്നെ സത്യവ്രത സ്വാമിയെ കൊണ്ട് വായിപ്പിച്ചു, പിന്നെ ഗുരു സ്വയം അത് വായിച്ചു, എന്നിട്ട് ഗുരുവിൻ്റെ അനുവാദത്തോടു കൂടിയാണ് അത് അച്ചടിച്ചത്. അതിൽ ഗുരു എൻ്റെ ഉപദേശസാരം ഇതാണ് എന്ന് പോലും പറയുന്നുണ്ട്. വളരെ വളരെ സുപ്രധാനമായി ഒരു ഡോക്യുമെൻ്റാണ്. അത് എല്ലാവരും അത് വായിക്കണം എന്നെനിക്കൊരു റിക്വസ്റ്റ്. ഞങ്ങളതിനെ ഒരു വെബ്സൈറ്റിൽ ഇടും, പക്ഷെ അത് ഈ വൈഖരിയിൽ കിട്ടും. പക്ഷെ കേരള കൗമുദി ഞങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് അതിൻ്റെ ഒരു ഒത്തൻറ്റിക് കോപ്പി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊരു വെബ്സൈറ്റിൽ നമ്മൾ ഇടും. എല്ലാവരും വായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുന്നത്, ഞങ്ങൾ ഈ ശ്രീനാരായണ മാനവധർമ്മ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ തുടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാന ലക്ഷ്യം ഈ ഗുരുവിനെ മനസ്സിലാക്കണമെങ്കിൽ ഗുരുവിനെ വായിക്കണം എന്നുള്ള ഗുരുവിൻ്റെ തന്നെ ആദേശവും സന്ദേശവുമാണ്. ഒരിക്കൽ ഗുരു പറയുന്ന ഗുരുവിൻ്റെ കൃതികൾ മനസ്സിലാക്കാൻ ഒക്കുന്നില്ല, കഠിനമാണ്, വ്യാഖ്യാനിക്കണം എന്ന് ഗുരുവിനോട് ഒരാൾ പറഞ്ഞപ്പോൾ ഗുരു മറുപടി പറഞ്ഞു, വ്യാഖ്യാനം വേണ്ട, വായിക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ പഠനം ഉണ്ടാകുന്നത് ഗുരുവിൻ്റെ വാക്കുകൾ നേരിട്ട് വായിക്കുമ്പോഴാണ്. എന്നുവെച്ചാൽ ഗുരു ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഗുരു സാധാരണക്കാരോടാണ് സംസാരിച്ചത്. ഗുരു വളരെ വളരെ പ്രിസൈസായിട്ടുള്ള, ചിലപ്പം കഠിനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ വൊക്കാബുലറിയെ ഇമ്പ്രൂവ് ചെയ്യാനാണ്, നമ്മളുടെ തിങ്കിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഈ സമുദായങ്ങളുടെ തന്നെ ഉന്മനത്തിന് വേണ്ടിയാണ് ഗുരു കഷ്ടപ്പെട്ടിത് എഴുതിയത്. ആ ഇൻ്റലക്ച്വൽ ഉന്മനനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് യുവാക്കളും കുട്ടികളും, ഗുരുവിൻ്റെ വാക്കുകൾ വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാനും ശ്രീ സുദേശം രഘുവും അമൽ സി രാജനും ഞങ്ങൾക്ക് പറയാൻ ഒക്കും. ഞങ്ങൾ തന്നെ വായിക്കുമ്പോൾ എന്തൊരു ഉൾക്കാഴ്ചയാണ് കിട്ടുന്നത്. അത് ഒരിക്കലും ഒരു വ്യാഖ്യാനത്തിൽ നിന്ന്, പ്രസംഗത്തിൽ നിന്ന് കിട്ടാൻ പറ്റില്ല. ഞാൻ ഈ കുട്ടികളും ഇവിടെ യുവാക്കളും ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു മെത്തഡോളജി കൂടെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. ഞാൻ ഉപയോഗിക്കുന്ന മെത്തഡോളജി പലപ്പോഴും ഇപ്പം ഡോക്ടർ അമൽ സി രാജൻ ഒരു സംസ്കൃത പണ്ഡിതനാണ്, അദ്ദേഹത്തിന് ഇത് ആവശ്യമില്ല.
പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഗുരുദേവൻ്റെ കൃതികൾ വായിക്കുമ്പോൾ ചിലപ്പം ഈ സന്ധി കാരണം വാക്കുകളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സന്ധി ബ്രേക്ക് ചെയ്ത് അന്വയം ചെയ്ത ഒരു ടെക്സ്റ്റ് ഇൻ്റർനെറ്റിൽ കിട്ടും. ഈ കൃതികളുടെ നമ്മൾ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഒരു ഗൈഡൻസ് പോലെ ഉണ്ടാക്കി ഞങ്ങളൊരു വെബ്സൈറ്റിൽ ഇടാൻ പോവുകയാണ്. അപ്പോൾ അത് ആ ഇൻ്റർനെറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ സന്ധി പൊട്ടിച്ച് ഗുരുദേവൻ്റെ കൃതികളുടെ പ്രത്യേക മലയാളം അല്ലെങ്കിൽ സംസ്കൃതം വാക്കുകൾ അല്ലെങ്കിൽ തമിഴ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ അവിടെ കാണും. അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് മനസ്സിലാകും. മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ തന്നെ പോയി മലയാളം ഡിക്ഷണറി അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ഡിക്ഷണറി സൈറ്റുകളുണ്ട്. അത് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ പ്ലെയിൻ മീനിങ് നമുക്ക് മനസ്സിലാക്കണം. സാധാരണ അർത്ഥം. ഈ ഗുരുദേവൻ സംസാരിച്ചത് നമ്മളോടാണ്. ഗുരുദേവൻ ഓരോ വാക്കുകളും കരുതിക്കൂട്ടി ഉപയോഗിച്ചതാണ്. അത് മനസ്സിലാക്കാൻ വേദങ്ങൾ അറിയണം, ശാസ്ത്രങ്ങൾ അറിയണം, സംസ്കൃതം അറിയണം എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഒരാവശ്യവുമില്ല. ഗുരുദേവൻ നമ്മളോട് ഉപയോഗിച്ച ആ വാക്കുകൾ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ ഒക്കും. അപ്പോഴാണ് വലിയ ഉൾക്കാഴ്ച കിട്ടുന്നത്. ഇപ്പം ചില ഉദാഹരണങ്ങൾ ഞങ്ങൾ പറയാം, പക്ഷെ വലിയ ഉൾക്കാഴ്ച കിട്ടും. ഇതിൻ്റെ മറ്റൊരു പശ്ചാത്തലം, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇന്ന് ഗുരുദേവനെ വളരെ വലിയ തോതിൽ ഡിസ്റ്റോർട്ട് ചെയ്യാണ്. ഗുരുദേവനെ ഒരു ഹിന്ദുവാദിയായി മാറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട്. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങളെയും പ്രാസംഗികരെയും നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. അപ്പം ഞങ്ങൾ വന്നിട്ട് മറ്റൊരു വ്യാഖ്യാനം ആരുടെയും മുമ്പിൽ വെക്കുകയല്ല. ഞങ്ങൾക്ക് ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നമ്മളെല്ലാവരും വായിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ ലക്ഷക്കണക്കിന് വ്യാഖ്യാനങ്ങൾ ഇവിടെ ഉണ്ടായാൽ ആർക്കും വന്നിട്ട് ഗുരുദേവനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ ഒരു മൂവ്മെൻറ്റ് പോലെ ഉണ്ടാക്കണം. ഗുരുദേവനെ നേരിട്ട് വായിക്കണം, മനസ്സിലാക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് വായിക്കാൻ വേണ്ടിയാണ് ഗുരുദേവൻ കഷ്ടപ്പെട്ട് ഇത് എഴുതിയത്. ഇത് എഴുതി ഉണ്ടാക്കി നമ്മൾക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത് വായിക്കുക, നേരിട്ട് മനസ്സിലാക്കുക മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതൊരു ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയാണ്. രണ്ടാമത്തെ ഞങ്ങൾ ഈ ഫോം ചെയ്യുന്ന ഉദ്ദേശം ഈ ഗുരുദേവൻ്റെ ഒരു അപ്രോച്ച്, ഈ മാനവധർമ്മം എന്നുള്ള ഒരു അപ്രോച്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ തുടങ്ങിയിരിക്കുന്നത്. അതെന്താണെന്ന് ഞാനിപ്പോൾ താമസിയാതെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഗുരുദേവൻ ഈ സംവാദം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. കേരള കൗമുദി പബ്ലിഷ് ചെയ്ത സംവാദം. അത് നമ്മൾ ഓരോരുത്തരും വളരെ വളരെ ഗുരുദേവനെ വായിക്കുമ്പോൾ സമയമുള്ളപ്പോൾ വായിക്കണം, വളരെ കെയർഫുള്ളായിട്ട് വായിക്കണം. ഗുരുദേവൻ മിനിമം വാക്കുകളെ ഉപയോഗിക്കുകയുള്ളൂ. നമുക്ക് ചിന്തിക്കാനുള്ള അവസരം തരാൻ വേണ്ടി ഗുരുദേവൻ്റെ ഒരു ശൈലി അങ്ങനെയാണ്, വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ആലുവ സർവമത സമ്മേളനത്തിൽ ഗുരുദേവൻ ഈ സത്യവ്രത സ്വാമി ഗുരുദേവനോട് പറഞ്ഞറിയിച്ചിട്ട് ഒരു നീണ്ട ദീർഘമായിട്ടുള്ള പ്രസംഗം ചെയ്തു. ബാക്കിയുള്ളവർ ഒരുപാട് പേര് പ്രസംഗിച്ചു. ഗുരുദേവൻ വളരെ ചുരുക്കം വാക്കുകളെ പറഞ്ഞുള്ളൂ. ഗുരുദേവൻ്റെ സന്ദേശമായിട്ട് അവസാനം മാർച്ച് 4 തീയതി 1924 അതിൻ്റെ ഒരു എസൻസ് ഇത് മാത്രമേ ഉള്ളൂ. എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശ്യം ഒന്നാണ്. ഭിന്നമത അനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ആവശ്യമില്ല. ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു ചിന്തയാണ്. ഇത് വെറുതെ നമ്മൾ കാഷ്വലായിട്ട് എടുത്ത് അതിനെ ഡീപ്പറായിട്ട് ചിന്തിച്ചാൽ അതെന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാക്കുകയും നമ്മൾ ഡിബേറ്റ് ചെയ്യുകയും ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഓരോ കുടുംബത്തിലും അച്ഛനും അമ്മയും അപ്പൂപ്പനും മക്കളും കൂടി ഇരുന്നിട്ട് ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കാം എന്ന് പല വിധത്തിലും മനസ്സിലാക്കാൻ നോക്കും. അത് മനസ്സിലാക്കി ഒന്ന് ഡിസ്കസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വളരെ വളരെ നമ്മുടെ അറിവും ഭാഷയും അറിവും ചിന്തയും ഒക്കെ വളരെ ബെനിഫിറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പേഴ്സണലി ബെനിഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഞാൻ തുടങ്ങുന്നത് ഈ സംവാദത്തിൽ നിന്നാണ്. ആ സംവാദത്തിൽ ഗുരുദേവൻ പറയുന്നു, ആദ്യം എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം
ചില സനാതനമായ ധർമ്മങ്ങളും മൂല്യങ്ങളുമാണെന്ന് ഗുരുദേവൻ പറയുന്നു. എല്ലാ മതങ്ങളുടെ അടിസ്ഥാനം. ഗുരുദേവൻ ഒരു സനാതനധർമ്മം, ഹിന്ദു സനാതനധർമ്മം മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. എല്ലാ മതങ്ങളുടെ അടിസ്ഥാനം സനാതനമായ, അതായത് അകാലമായിട്ടുള്ള ചില ധർമ്മങ്ങളും ചില മൂല്യങ്ങളാണെന്നാണ് ഗുരുദേവൻ ആ സംവാദത്തിൽ പറയുന്നത്. എന്നിട്ട് ഗുരുദേവൻ പറയുന്നു, ദേശകാല ആവശ്യമനുസരിച്ച് ജഗദ്ഗുരുക്കൾ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ നോക്കിയിട്ട് സമൂഹത്തിന് ആവശ്യമുള്ളതുപോലെ ഈ പലതായ സനാതന ധർമ്മങ്ങളെയും മൂല്യങ്ങളിൽ നിന്നും ഏറ്റവും ആവശ്യമുള്ള പ്രസക്തിയുള്ള സനാതനമായിട്ടുള്ള ധർമ്മങ്ങളും മൂല്യങ്ങളും മുന്നോട്ട് വയ്ക്കും സമൂഹത്തിന് വേണ്ടി എന്ന് ഗുരു പറയുന്നു. എന്നിട്ട് ഗുരു ഉദാഹരണം തരുന്നു. ഗുരു പറയുന്നു, ഹിംസ കലശലായപ്പോൾ ബുദ്ധൻ അഹിംസ എന്ന സനാതനധർമ്മം മുന്നോട്ട് വെച്ചു. സ്നേഹം ഇല്ലായ്മ ഒരു പ്രശ്നമായപ്പോൾ യേശു ക്രിസ്തു സ്നേഹം എന്നുള്ള മൂല്യം, സനാതന മൂല്യം മുന്നോട്ട് വെച്ചു. അത് മൂല്യവുമാണ്, ധർമ്മവുമാണ്. സാഹോദര്യത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ നബി സാഹോദര്യം മുന്നോട്ട് വെച്ചു. അത് മൂല്യമാണ്, സനാതന ധർമ്മമാണ്, സനാതന മൂല്യമാണ്. ഈ തലത്തിൽ യുഗപുരുഷന്മാരുടെ തലത്തിൽ നിന്നുകൊണ്ട് ഈ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് ഗുരു ചോദിക്കുകയാണ്, ഇന്ത്യക്ക് ഇന്ന് എന്താണ് വേണ്ടത്? 1925 ഒക്ടോബർ 8 പബ്ലിഷ് ചെയ്തതാണ്. ഇന്ത്യക്ക് ഇന്ന് എന്താണ് വേണ്ടത്? ഭാരതത്തിന് എന്താണ് വേണം എന്നല്ല, ഇന്ത്യക്ക് ഇന്ന് എന്താണ് വേണ്ടത് എന്ന് ഗുരു ചോദിക്കുന്നു. എന്നിട്ട് ഗുരു അതിന് ഉത്തരം സ്വയം പറയുന്നു. അപ്പോൾ ഗുരു ഉത്തരം പറയുന്നത് ബുദ്ധൻ്റെയും യേശുവിൻ്റെയും നബിയുടെയും ലെവലിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ആ ലെവലിൽ ഇന്ത്യക്ക് ഇന്ന് എന്താണ് വേണ്ടത്? ഗുരു പറയുന്നു, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും വിമോചനം. ഇതാണ് ഇന്ത്യക്ക് വേണ്ടത്. ഗുരു മുൻകണ്ടു വരുന്ന നൂറ്റാണ്ടുകൾ കാണാൻ പോകുന്നത് ഈ ഭൂഖണ്ഡത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വലിയ സംഘർഷമാണ് എന്ന് ഗുരു മുൻകാണുന്നു. നമുക്കൊരു വാർണിംഗ് തരുന്നു. അതെങ്ങനെ പരിഹരിക്കണം എന്നും ഗുരു വളരെ ക്ലിയറായിട്ടൊരു ഫ്രെയിം വർക്ക് തരുന്നു. അത് നമ്മൾ 100 വർഷമായി, 99 വർഷമായിട്ട് നമ്മൾ ആവശ്യത്തിന് ശ്രദ്ധിച്ചിട്ടില്ല. ഗുരു ഈ വാക്കുകൾ പറഞ്ഞിട്ട് 22 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയുടെ പാർട്ടിഷൻ ഉണ്ടാകുന്നത്. ആ ആലുവ സമ്മേളനവും അയോധ്യയും തമ്മിൽ 100 വർഷമാണ്. ആലുവ മുതൽ അയോധ്യ വരെ രക്തം പുരണ്ട ഒരു നൂറ്റാണ്ടാണ്. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഇന്ത്യയിലുണ്ടായത്. ഇന്ത്യയുടെ പാർട്ടിഷൻ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ മരിച്ചു. കാരണം ഗുരുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. എന്താണ് ഗുരു പറഞ്ഞത്? അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ തിരിച്ച് ആലുവയിലേക്ക് വരുന്നു. ആലുവ ഈ സംവാദത്തിന് 19 മാസവും 4 ദിവസവും മുമ്പാണ് ആലുവ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം. അവിടെ ഗുരു എന്തു പറയുന്നു? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതാണ് ഗുരു പറയുന്നത്. എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശ്യം ഒന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എത്രയോ വൈവിധ്യമുണ്ട് മതങ്ങൾ തമ്മിൽ, പക്ഷേ പരമ ഉദ്ദേശ്യം ഒന്നാണ് എന്ന് ഗുരു എങ്ങനെ പറയുന്നു? ഇത് നമ്മൾ ഒരു കുടുംബ തലത്തിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഓരോ കുടുംബവും ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത്, ഗുരു പറയുന്നത് ഒരു ഉപമ വെച്ചിട്ട് അല്ലെങ്കിൽ ഉദാഹരണം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. ഇപ്പം എല്ലാ ആരോഗ്യ ഫീൽഡിൽ, അദ്ദേഹം നമ്മുടെ സുധീഷ് മാസ്റ്റർ ആരോഗ്യ ഫീൽഡിലാണല്ലോ, വളരെ നല്ലൊരു ഹോസ്പിറ്റലും വളരെ നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഈ ആരോഗ്യ ഫീൽഡിലുള്ള എല്ലാവരുടെയും പരമ ഉദ്ദേശ്യം ഒന്നാണ്. സുധീഷ് മാസ്റ്റർ അക്സെപ്റ്റ് ചെയ്യുമോ? എന്താണ് ആ ഉദ്ദേശം? ഒരു അസുഖമുള്ള ഒരാളിലെ സുഖം പ്രാപിക്കുക, ഇല്ലേ?
അസുഖം മാറ്റുക, സുഖം പ്രാപിക്കുക. അതാണ് ഈ ആരോഗ്യ രംഗത്തുള്ള എല്ലാവരുടെയും പരമ ഉദ്ദേശം. പക്ഷെ അതിന് പല മാർഗങ്ങളുണ്ട്. പല ഹോസ്പിറ്റലുണ്ട്, ആലോപ്പതിയുണ്ട്, ഹോമിയോപ്പതിയുണ്ട്, ആയുർവേദമുണ്ട്, ഉനാനിയുണ്ട്, കൊറിയൻ അക്യുപങ്ക്ചറുണ്ട്, ചൈനീസ് അക്യുപങ്ക്ചറുണ്ട്. അങ്ങനെ പല രീതികളുമുണ്ട്. പക്ഷെ പരമ ഉദ്ദേശം ഒന്നാണ്. ഗുരു ഉപയോഗിക്കുന്ന വാക്ക് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം ഒന്നാണ്. പക്ഷേ ഈ ആക്യുപങ്ക്ചറുകാർ ആലോപ്പതിക്കാരെ തെരുവിലിട്ട് അടിച്ചു കൊല്ലുന്നില്ല. ഹോമിയോപ്പതിക്കാർ ആലോപ്പതിക്കാരെ അറ്റാക്ക് ചെയ്യുന്നില്ല. മറിച്ച് ഗുരു പറയുന്നത് പോലെ അവർ തമ്മിൽ സംസാരിച്ച് മ്യൂച്വലി പഠിക്കുന്നു. ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറാണെങ്കിൽ ഇപ്പോൾ ആലോപ്പതി പഠിക്കണം, ഹോമിയോപ്പതി പഠിക്കണം, അക്യുപങ്ക്ചർ പഠിക്കണം. ഹോമിയോപ്പതിക്കാരനാണെങ്കിൽ ആലോപ്പതി പഠിക്കണം. അവർ മ്യൂച്വലി പഠിക്കുന്നു, പരസ്പരം പഠിക്കുന്നു. പഠിച്ചിട്ട് അതിൽ കാണുന്ന നന്മ അവർ പങ്കുവെക്കുന്നു, ഉൾക്കൊള്ളുന്നു, ഉപയോഗിക്കുന്നു. ഇതാണ് ഗുരുവിൻ്റെ അപ്രോച്ച്. നമ്മൾ അതിലേക്ക് വരും. ഇതാണ് ഗുരു മതങ്ങൾക്കും പറയുന്ന അപ്രോച്ച്. ഇപ്പോൾ ഗുരു പറയുന്നത് എന്താണ്? എല്ലാ മതങ്ങൾ, ഈ എല്ലാ മെഡിക്കൽ ഫീൽഡിലുള്ള പ്രവർത്തകരുടെയും സ്ഥാപനങ്ങളുടെയും ഒരു ഉദ്ദേശമേ ഉള്ളൂ, അസുഖത്തിനെ ക്യൂർ ചെയ്യുക. അതുപോലെ ഗുരു പറയുന്നത് എന്താണ്? എല്ലാ മതങ്ങൾക്കും പരമ ഉദ്ദേശം ഒന്നാണ്. എന്താണ്? മോക്ഷം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു റിയലൈസേഷൻ അല്ലേ? അതാണ് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം. ഒന്ന് തന്നെയാണ്, രണ്ടല്ല. പക്ഷെ അവർ തെരുവിലിട്ട് അടിച്ചു കൊല്ലുകയാണ്. അവരുടെ അപ്രോച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഗുരു എസെൻഷ്യലി ഈ മെസ്സേജിൽ പറയുന്നത്, ഈ സംവാദത്തിൽ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഈ ഡോക്ടർമാരെ പോലെ നമ്മൾ മറ്റുള്ള മതങ്ങളെ എല്ലാവരും പഠിക്കണം. അനുസരിക്കണം എന്നല്ല, വിശ്വസിക്കണം എന്നല്ല, പഠിക്കണം. അതിൽ കാണുന്ന നന്മ നമ്മൾ ഉൾക്കൊള്ളണം. അത് എങ്ങനെ പഠിക്കണം? ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിക്കണം എന്നാണ്. നമുക്ക് നന്മയായി തോന്നുന്നത് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾക്ക് നന്മ അല്ലാന്ന് തോന്നുന്നത് നമ്മൾ ത്യജിക്കണം. സ്വതന്ത്രമായി നമ്മൾ പഠിക്കണം. പക്ഷെ കാണുന്ന നന്മ നമ്മൾ ഉൾക്കൊള്ളണം, സ്നേഹപൂർവ്വം പങ്കുവെക്കണം എന്നാണ് ഗുരു പറയുന്നത്. ഞാൻ അതിലേക്ക് വരുന്നു. അപ്പോൾ ഗുരു പറയുന്നത് ഈ മതങ്ങൾ, ഗുരു ഈ ആലുവയിൽ പറയുന്നു, ഈ സംവാദത്തിന് മുമ്പ് ആലുവയിൽ പറയുന്നു, ഞാനിപ്പോൾ വായിച്ചു, എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം ഒന്നാണ്. പിന്നെ ഗുരു പറയുന്നു, രണ്ട് സെൻറ്റൻസ് പ്രസക്തമായുള്ളൂ. ഭിന്ന മത അനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ആവശ്യമില്ല. ഗുരു എന്താണ് ഇവിടെ പറയുന്നത്? ഇത് വാസ്തവത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മൾ തന്നെ വായിക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് നമ്മുടെ മനസ്സിൽ വരും. എൻ്റെ മനസ്സിൽ വന്നുള്ള എക്സ്പ്ലനേഷൻ എന്താണ്? ഗുരു പറയുകയാണ്, ഈ പ്രസ്താവന കഴിഞ്ഞിട്ട് 19 മാസവും 4 ദിവസം കഴിഞ്ഞിട്ടാണ് സംവാദത്തിൽ ഇത് ഗുരു ടേക്കപ്പ് ചെയ്യുന്നു. പക്ഷേ ഈ ഗുരു പറയുന്നത് എന്താണ്? ഇവിടെ വലിയ കലഹം നടക്കുന്നു. പക്ഷേ ഈ മതങ്ങൾ തമ്മിൽ നടക്കുന്ന കലഹം ആധ്യാത്മികമല്ല എന്നാണ് പറയുന്നത്. അതിന് യാതൊരു ആധ്യാത്മിക അടിസ്ഥാനവുമില്ല. ഒരു ഹിന്ദു ഒരു മുസ്ലിമിൻ്റെ എതിരെ കലഹിക്കുന്നതിനും, അല്ലെങ്കിൽ മുസ്ലിം ഒരു ക്രിസ്ത്യൻ്റെ എതിരെ നമ്മൾ ഗാസയിൽ കാണുന്ന പോലെ ജൂയിഷ് മതത്തിൽപ്പെടുന്നവരുടെ ഇടയിലും കലഹിക്കുന്നത് പോലെ ഈ ആധ്യാത്മികമായി കലഹിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പരമ ഉദ്ദേശം ഒന്നാണ്. ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് പരസ്പരം സ്നേഹപൂർവ്വം മനസ്സിലാക്കി ഷെയർ ചെയ്യുന്നത് പോലെ മതങ്ങളും അതാണ് ചെയ്യേണ്ടത്. അപ്പം സംഘർഷത്തിൻ്റെ പുറകിൽ ആധ്യാത്മിക കാരണം ഹേതു ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഗുരു ആലുവയിൽ പറയുന്നത്. എല്ലാ മതങ്ങളുടെയും പ്രസംഗങ്ങൾ കേട്ടിട്ട് ഗുരു പറയാണ്, ഇതെല്ലാം ഞാൻ കേട്ടു, പക്ഷെ ഇതിൽ
കലഹിക്കാൻ ആവശ്യമില്ല, കലഹിക്കാനുള്ള ഒന്നുമില്ല ഇതിൽ. അപ്പോൾ ഈ കലഹം എവിടെ നിന്ന് വരുന്നു? ഇത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കലാണ്, ഇത് പൊളിറ്റിക്കലാണ്, ആധ്യാത്മികമല്ല. അപ്പോൾ മതദ്വേഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് പൊളിറ്റിക്കൽ മതദ്വേഷമാണ്, ആധ്യാത്മികമല്ല എന്ന് ഗുരു നമ്മളോട് പറയുകയാണ്. നമ്മൾക്ക് മറ്റ് മതങ്ങളുമായിട്ട് കലഹമുണ്ടെങ്കിൽ അത് ആധ്യാത്മികമല്ല, അത് പൊളിറ്റിക്കലാണെന്നാണ് ഗുരു പറയുന്നത്. ഇന്ന് സൂചിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അപ്പം ആദ്യം ഗുരു ഒരു സർട്ടിഫിക്കറ്റ് തരികയാണ്, മതങ്ങൾ തമ്മിൽ കലഹിക്കേണ്ട ആവശ്യമില്ല. നാരായണ ഗുരുവാണ് പറയുന്നത്. എല്ലാ മതങ്ങളെയും അറിയാവുന്ന, വീണ്ടും എല്ലാ മതങ്ങളെക്കുറിച്ച് പ്രസംഗങ്ങൾ 2 ദിവസം മുഴുവൻ കേട്ടിട്ട് പറയുകയാണ് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നേച്ചർ ഓഫ് റിലീജിയസ് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ഗുരു ഡിഫൈൻ ചെയ്യാണ്. ഇത് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്, ഇത് റിലീജിയസ് കോൺഫ്ലിക്റ്റ് അല്ല. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്, ഗുരു മതം എന്നുള്ള കോൺസെപ്റ്റിന് സങ്കല്പത്തിന് തന്നെ വളരെ വിപ്ലവകരമായി മാറ്റുകയാണ് ഈ സംവാദത്തിൽ. സംവാദത്തിന് മുമ്പും പിൻപും ആദ്യം ഗുരു പറയുന്നു, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ നേരിട്ട് വായിച്ച് കുറേ ആലോചിക്കുമ്പോൾ നമ്മൾ എൻ്റെ മനസ്സിൽ വന്ന ഇതാണ്. എന്താണ് മതങ്ങൾ എന്താണ് പറയുന്നത്? മതങ്ങൾ പറയുന്നത് മനുഷ്യൻ ഏവനും ആയിക്കോട്ടെ, മതം നന്നായാൽ മതി എന്നാണ് പറയുന്നത്. മതം നന്നായാൽ മനുഷ്യൻ നന്നാവും ഓട്ടോമാറ്റിക്കലി. ശരിയായ മതം, അത് മിക്കവാറും എൻ്റെ മതമായിരിക്കും, ആ പറയുന്ന ആളുടെ മതമായിരിക്കും. നല്ല മതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മനുഷ്യൻ നന്നാവും. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരു പറയുമ്പോൾ, മനുഷ്യൻ ഏതായാലും മതം നന്നായാൽ മതി എന്ന് മതങ്ങൾ പറയുന്നു. അപ്പോൾ ഗുരു മതത്തിൻ്റെ റോള് മാറ്റുകയാണ്. മനുഷ്യനാണ് മതങ്ങളെ നന്നാക്കുന്നതും ചീത്താക്കുന്നത്. അതാണ് ഗുരു പറയുന്നത്. മനുഷ്യൻ നന്നാവണം, അപ്പോൾ ഓട്ടോമാറ്റിക്കലി മതങ്ങൾ നന്നാവും. രണ്ടാമത് ഗുരു പറയും നന്നാവണം എന്നുള്ള വാക്കാണ്. ആ വാക്കിനെ കുറിച്ച് നമ്മൾ ഡിക്ഷണറിയിൽ നോക്കാം, നമുക്ക് ചിന്തിക്കാം. നന്നാവണം എന്ന് വെച്ചാൽ സാധാരണ മതങ്ങൾ പറയുന്നത് എന്താണ്? നമ്മൾ അവരുടെ വിശ്വാസങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലവനാണ്, നല്ല മനുഷ്യനാണ്. ബാക്കി എന്തൊക്കെ ചെയ്താലും, മതത്തിൻ്റെ പേരിൽ പോയി കൊല ചെയ്താലും കലഹിച്ചാലും ദ്വേഷം ഉണ്ടാക്കിയാലും ദ്വേഷമുണ്ടെങ്കിലും നല്ലവനാണ്. ഗുരു പറയുന്ന ആ ഒരു വളരെ സങ്കുചിതമായിട്ടുള്ളൊരു വാക്കല്ല. ഇപ്പം നമ്മൾ ദൈവദശകം ചൊല്ലുമ്പോൾ നമ്മൾ പറയുന്നു, അന്നവസ്ത്രാദികൾ മുട്ടാതെ ധന്യരാക്കുന്നതും ഭവാൻ എന്നാണ്. അപ്പം ഈ പാവപ്പെട്ടവരോട് പറയാണ് നമ്മൾ ധന്യരാകണം എന്ന് പറയുകയാണ്. ഒരു എക്സ്പെക്റ്റേഷൻ ആണ് പറയുന്നത്, നമ്മൾ ധന്യരാകണം. നമ്മൾ പൂർവജന്മ കർമ്മ ഫലം അനുസരിച്ച് നമ്മൾ ദാരിദ്ര്യത്തിലേക്കും അടിമത്വത്തിലേക്കും ഒരു കീഴാള സ്ഥാനത്തേക്കും നമ്മൾ വന്നുപെട്ട ആൾക്കാരല്ല, നമ്മൾ ധന്യരാകേണ്ട ആൾക്കാരാണെന്നാണ് പറയുന്നത് ഗുരു. അതുകൊണ്ടാണ് അവസാനം പറയുന്നത് വാഴണം സുഖം എന്ന് പറയുന്നു. പാവപ്പെട്ടവരോട് ആദ്യമായി ലോകത്ത് ഒരു പ്രവാചകൻ പറയാണ്, നിങ്ങൾ ധന്യരാകണം, നിങ്ങൾക്ക് സുഖം വാഴണം, നിങ്ങൾക്കും സുഖം വേണം, രാജാവിൻ്റെ അനുഭവിക്കുന്ന സുഖം നിങ്ങൾക്കും വേണം എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ നന്നാവണം, മതം ഏതായാലും മനുഷ്യൻ നന്നാവണം എന്ന് പറയുമ്പോൾ ഗുരു വെറും ആധ്യാത്മികമായി മാത്രമല്ല ഭൗതികമായും മനുഷ്യൻ നന്നാവണം എന്നാണ് പറയുന്നത്. എല്ലാ ആസ്പെക്റ്റിലും മനുഷ്യൻ്റെ സ്ഥിതി നന്നാവണം എന്നാണ് ഗുരു പറയുന്നത്. മനുഷ്യൻ്റെ സ്ഥിതി നല്ലതായിരിക്കണം എന്നാണ് പറയുന്നത്. അത് വേണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ ഈ പൊളിറ്റിക്കൽ കലഹം ഉണ്ടാക്കുന്ന മതം ഒരു ബാധയായിട്ട് ഗുരു കാണുന്നു. മതത്തിനെ ദുരുപയോഗപ്പെടുത്തി ആളുകളെ ചൂഷണം ചെയ്ത് കലഹിപ്പിച്ച് ആളുകളെ ദാരിദ്ര്യത്തിൽ വയ്ക്കുകയാണ്. അവരെ സ്ഥിതി നന്നാവാൻ സമ്മതിക്കുന്നില്ല.
അതുകൊണ്ട് ഗുരു മതത്തിനെ, അപ്പം മതത്തിൻ്റെ റോൾ മാറ്റും. മനുഷ്യനും മതവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഗുരു മാറ്റുകയാണ്. ഈ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരു പറയുമ്പോൾ മതവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഗുരു വിപ്ലവകരമായി മാറ്റുകയാണ്. പിന്നെ സംവാദത്തിൽ ഗുരു പറയുന്നു, മതം എന്ന് വെച്ചാൽ അഭിപ്രായമാണെന്ന് പറയുന്നു ഗുരു. വ്യക്തിപരമായ അഭിപ്രായമാണ് മതം. മതം അല്ല എന്ന് പറയുന്നു. മതം അല്ല, മതം വ്യക്തിപരമായ അഭിപ്രായമാണ്. അതും വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കോൺസെപ്ച്വലൈസേഷൻ ഓഫ് മതമാണ്. ബാക്കി എല്ലാവരും പറയുന്നതാണ് മതം എന്താണ്, ഒരു വേദത്തിൽ എഴുതിയിട്ടുള്ളതാണ് മതം, അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിലുള്ളതാണ് മതം, അല്ലെങ്കിൽ പണ്ഡിതന്മാർ പുരോഹിതന്മാർ പറയുന്നതാണ് മതം. നമുക്കതിനെ പഠിക്കുക, അനുസരിക്കുക, അതാണ് നമ്മുടെ റോൾ. പക്ഷെ ഗുരു പറയുന്നു രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം ഒന്നല്ല എന്ന് പറയുന്നു ഗുരു ഈ സംവാദത്തിൽ. രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം ഒന്നല്ല. അത് ഭഗവാൻ രാമനായിരിക്കാം, ഭഗവാൻ കൃഷ്ണനായിരിക്കാം, സാധാരണ രാമനും സാധാരണ കൃഷ്ണനും ആയിരിക്കാം. അവരുടെ മതം ഒന്നല്ല എന്ന് വെച്ചാൽ ഗുരു പറയുന്ന മതം ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ അറിവിലാണ്, ഓരോ വ്യക്തിയുടെയും അറിവിലാണ്. അതിൻ്റെ ചില വ്യക്തികൾക്ക് അതിൻ്റെ സോഴ്സ്, ഉത്ഭവം ഒന്നായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഖുറാൻ അല്ലെങ്കിൽ ബൈബിൾ അല്ലെങ്കിൽ വേദാസ്, ഒരു കോമൺ സോഴ്സ് ഉണ്ടാകാം. പക്ഷേ രണ്ട് വൈഷ്ണവരാണെങ്കിലും അവർക്കൊരു കോമൺ സോഴ്സ് ഉണ്ടെങ്കിൽ, രണ്ട് മുസ്ലിംസ് ആണെങ്കിലും അവർക്കൊരു കോമൺ സോഴ്സ്, രണ്ട് ക്രിസ്ത്യൻസ് ആണെങ്കിലും അവർ അത് മനസ്സിലാക്കുന്നത്, അതിനെക്കുറിച്ചുള്ള അറിവ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഒരുപാട് സംഘർഷം ഉണ്ടാകുന്നത്. അവർക്ക് ഒരു സോഴ്സേ ഉള്ളൂ, ഒരു മതത്തിൻ്റെ സോഴ്സേ ഉള്ളൂ, പക്ഷെ അവർ തമ്മിൽ സംഘർഷം ഉണ്ടാകുകയാണ്. അപ്പോൾ ആ സംഘർഷത്തിൻ്റെ ഉത്ഭവം എവിടെയാണ്? ഈ മതത്തിൻ്റെ ഡോക്ടറിനുള്ള വിശ്വാസമല്ല. ഒരേ ബുക്ക് വായിക്കുന്നു, ഒരേ ശാസ്ത്രങ്ങൾ വായിക്കുന്നു, പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘർഷം ചെയ്യുന്നു. കാരണം എന്താണ്? മതം ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് ഓരോ വ്യക്തിയുടെയും അറിവിലാണ്. ഇത് വലിയൊരു റെവല്യൂഷണറി തിങ്കിങ് ഓഫ് വാട്ട് ഇസ് റിലിജൻ എന്നുള്ളതാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഒരാൾ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നടന്നു വരുന്നു, കയറുന്നു. റഹ്മാനെ കാണുമ്പോൾ ഉടനെ ഞാൻ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മുസ്ലിംസിനെ കുറിച്ച് കുറേ ഫോൾസ് ഇൻഫർമേഷൻ എൻ്റെ തലയിലുണ്ട്. അതനുസരിച്ച് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളാണ്, മതം എന്താണെന്ന് എൻ്റെ മനസ്സിലൊരു ഒപ്പീനിയൻ വരും. അതിൻ്റെ ബേസിസിൽ ഇദ്ദേഹത്തിനോട് എനിക്ക് ദ്വേഷം ഉണ്ടാകും. ഗുരു പറയുന്നത് അങ്ങനെ ചെയ്യരുത്. റഹ്മാൻ്റെ മതം എന്താണെന്ന് റഹ്മാനോട് ഇരുന്ന് സംസാരിക്കണം. റഹ്മാൻ്റെ അറിവിലാണ് ആ മതം നിൽക്കുന്നത്. ഓരോ വ്യക്തിയോടും സംസാരിച്ച മതം മനസ്സിലാക്കിയിട്ട്, ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗുരു സ്പെസിഫിക്കലി പറയുന്നത്, നമ്മൾ ആ മനസ്സിലാക്കിയിട്ട് ആ നന്മ, അതിൽ നമ്മൾ കാണുന്ന നന്മ, ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി റഹ്മാനോട് സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ മതം എന്താണെന്ന് മനസ്സിലാക്കുക. മതത്തിനെ കുറിച്ചുള്ള അഭിപ്രായം, ആധ്യാത്മികതയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് മതം എന്താണ് മനസ്സിലാക്കുക. അതിൽ കാണുന്ന നന്മ നമ്മൾ ഉൾക്കൊള്ളുക, അതിനെ സ്നേഹപൂർവ്വം പങ്കുവെക്കുക. വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സമബുദ്ധിയും സമഭാവത്തോടുകൂടി ആ വ്യത്യാസങ്ങളെക്കുറിച്ച് സംസാരിച്ച് അത് സെറ്റിൽ ചെയ്യുക. അത് കലഹിക്കേണ്ട ആവശ്യമില്ലാന്ന് നമ്മുടെ ഗുരു നമ്മളോട് പറയാണ്. കലഹിക്കേണ്ട ആവശ്യമില്ല. ശൈവിസത്തിൽ വിശ്വസിക്കുന്ന ഒരാളും വൈഷ്ണവിസത്തിൽ വിശ്വസിക്കുന്ന ഒരാളും തമ്മിൽ കലഹിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഗുരു പറയുന്നത്. സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഗുരു പറയുന്നു മതം എന്താണെന്ന് മനസ്സിലാക്കുക. മതം എന്ന് വെച്ചാൽ വ്യക്തിയുടെ അഭിപ്രായമാണ്, ആധ്യാത്മികതയെക്കുറിച്ചുള്ള അഭിപ്രായമാണ്. അതും ഒരു സോഴ്സുമായിട്ട് ഐഡൻറ്റിറ്റി ഇല്ല. ആ വ്യക്തിയുടെ മതം മനസ്സിലാക്കുക, പഠിക്കുക, ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി അതിൽ നന്മ കാണുക, ഉൾക്കൊള്ളുക, എന്നിട്ട് സ്നേഹപൂർവ്വം പങ്കുവെക്കുക. ഇതാണ് ഗുരു അടുത്ത് നമുക്ക് ഒരു അഡ്വൈസ് തരുന്നത്. ഈ മതത്തിൻ്റെ സംഘർഷത്തിൽ നിന്നും വിമുക്തി കിട്ടാൻ ആദ്യം മനസ്സിലാക്കുക,
ഇത് മതപരമായ ആധ്യാത്മിക കലഹമല്ല, ഇത് പൊളിറ്റിക്കൽ കലഹമാണ്. രണ്ടാമത്, ആധ്യാത്മിക തലത്തിൽ മറ്റൊരു മതമുള്ള ഒരാളെ എങ്ങനെ സമീപിക്കണമെന്ന് ഗുരു പറയുന്നു. ഇവിടെ ഞാനൊന്ന് പോസ് ചെയ്തിട്ട് ഞാൻ പറയാം. നാരായണ ഗുരുദേവൻ എൻ്റെ വിശ്വാസം എന്താണെന്ന് കുറിച്ച് ഒരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല. ആരോടും എന്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും വിശ്വാസത്തിനെ ഈ പറഞ്ഞതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നു. സദാചാരം പുലർത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്തും ആയിക്കോട്ടെ എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അതിൻ്റെ ഉദാഹരണം ഞാൻ പലപ്പോഴും പറയുന്നത് ഒരു ഉദാഹരണം, 2 പേര് ഗുരുദേവൻ്റെ അടുത്ത് പോകുന്നു. കുട്ടിച്ചാത്തൻ എന്നെ ശല്യം ചെയ്യുന്നു എന്ന് പറയുന്നു. ഗുരുദേവൻ പറഞ്ഞു, എന്നെക്കൊണ്ട് ഞാനെങ്ങനെ സഹായിക്കാമെന്ന് ചോദിക്കുന്നു. ഗുരുദേവൻ കുട്ടിച്ചാത്തൻ ഒരു എഴുത്തുകയാണെങ്കിൽ കുട്ടിച്ചാത്തൻ എന്നെ ശല്യപ്പെടുത്തില്ല. ഒരാൾ മുസ്ലിം, ഒരാൾ മുസ്ലിം അല്ലാത്ത ഈ 85% നമ്മുടെ കൂട്ടത്തിൽ സമുദായങ്ങളിലുള്ള ഒരാളാണ്. അപ്പോൾ ഗുരുദേവൻ എന്ത് ചെയ്യുന്നു? ഗുരുദേവൻ രണ്ട് പ്രാവശ്യം ഒരു കടലാസ് എടുത്തിട്ട് ശ്രീ കുട്ടിച്ചാത്തൻ അറിയുന്നതിന് ദയവായി ഇന്ന ആളെ ശല്യപ്പെടുത്തരുത്, ഒപ്പ് ശ്രീ നാരായണ ഗുരു എന്ന് എഴുതിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് ഇത് ലെറ്റർ കൊടുത്തപ്പോഴത്തേക്ക് കൂടെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഗുരുദേവനോട് ചോദിച്ചു, അല്ല ഗുരുദേവന് ഇതിൽ വിശ്വാസമുണ്ടോ ഈ കുട്ടിച്ചാത്തന്? അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, എൻ്റെ വിശ്വാസമല്ല പ്രശ്നം, അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ആരെയും ദ്രോഹിക്കുന്ന വിശ്വാസമല്ല. അയാളുടെ വിശ്വാസം കുട്ടിച്ചാത്തനുണ്ട്, ഞാൻ എഴുതി കൊടുത്താൽ കുട്ടിച്ചാത്തൻ ശല്യപ്പെടുത്തില്ല. ആ വിശ്വാസത്തിന് ഞാൻ ആദരിക്കുന്നു, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ ആരാണ്? ഗുരുദേവൻ ശിവപ്രതിഷ്ഠ ചെയ്തു, എല്ലാവർക്കും അറിയാമല്ലോ, ഈ ലോകത്തെല്ലാവർക്കും അറിയാമല്ലോ, അരുവിപ്പുറത്ത്. അപ്പം നമ്മൾ സാധാരണ വായിക്കുന്നത് വ്യാഖ്യാനങ്ങളിൽ ഇത് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ ഭയഭക്തിയോടുകൂടി അവിടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു എന്നാണ്. പക്ഷെ നടരാജഗുരുവിൻ്റെ ബുക്കിൽ, അദ്ദേഹം ഡോക്ടർ പൽപൂൻ്റെ മകനാണ്, ഗുരുദേവനെ നേരിട്ട് അറിയാവുന്ന ആളാണ്, അദ്ദേഹം മാത്രമേ ഇതിനൊരു വളരെ ഡീറ്റെയിൽ വിവരണം കൊടുക്കുക മാത്രമല്ല, അദ്ദേഹം മാത്രമേ ഗുരുദേവൻ അന്ന് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാം, നെയ്യാറുന്നൊരു കല്ലെടുക്കുന്നു, വരുന്നു, കല്ല് പൊക്കി പിടിക്കുന്നു, കണ്ണിന്ന് കണ്ണീരൊഴുകുന്നു, കല്ലിനെ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ ഗുരുദേവൻ സംസാരിച്ചു നമുക്കറിയാം. പക്ഷെ ആ സംസാരിച്ചത് എന്താണെന്ന് കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇൻഡൻറ്റ് ചെയ്ത് കൊട്ടേഷൻ്റെ ഉള്ളിൽ എൻ്റെ അറിവിൽ നടരാജഗുരു മാത്രമേ പറയുന്നുള്ളൂ എന്താണ് ഗുരുദേവൻ പറഞ്ഞതെന്നാണ്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് നടരാജഗുരു പറയുന്നത് ഈ ആളുകൾ ഭയഭക്തിയോടുകൂടി അല്ല അവിടെ നിന്നിരുന്നത്, ഗുരുദേവൻ്റെ എതിരെ സംശയത്തോടു കൂടിയാണ് നിന്നിരുന്നതെന്നാണ് നടരാജഗുരു പറയുന്നത്. ഗുരുദേവനെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഈ 33-34 വയസ്സുള്ള യുവസ്വാമി, ഇദ്ദേഹത്തിന് ഇത് വല്ല അറിയാമോ? പ്രതിഷ്ഠ ചെയ്യാൻ പോകുന്നു, അറിഞ്ഞൂടെങ്കിൽ ഇതിന് വല്ല ദൈവകോപം നമ്മുടെ മേത്ത് വരുമോ എന്നുള്ളൊരു സംശയം. നടരാജഗുരു പറയുന്നു, ഗുരുദേവൻ എല്ലാ ദിവസവും ഇവരോട് പറയുന്നത് എന്താണ്? ശിവൻ ഒരു സാധാരണ മനുഷ്യനാണ്, ദൈവമല്ല എന്നാണ് പറയുന്നത്. ശിവൻ്റെ തലയിലിരിക്കുന്നത് ചീർപ്പാണ്, ചന്ദ്രക്കല അല്ല. ഒരു പ്രിയങ്കരനായ ഗോത്രവർഗ നേതാവാണ് ശിവൻ എന്ന് പറയുന്നു. അതേ സ്വാമി, അതേ യുവസ്വാമി, ശിവൻ മനുഷ്യനാണ് ദൈവമല്ല എന്ന് പറയുന്ന അതേ യുവസ്വാമി ഇപ്പൊ പ്രതിഷ്ഠ നടത്തുന്നു. അപ്പൊ ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇദ്ദേഹത്തിന് ഇതിൽ വിശ്വാസമില്ല എന്നുള്ള സംശയത്തോടു കൂടിയാണ് അവരവിടെ നിന്നത്. അപ്പം ഈ രണ്ട് എക്സാമ്പിൾസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഗുരുദേവൻ എല്ലാവരുടെയും വിശ്വാസങ്ങൾ വഴി തെളിച്ചു കൊടുത്തു. ഞാൻ ശിവനിൽ വിശ്വസിക്കുന്നില്ല, ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്ഷേത്രം വേണം? ശിവക്ഷേത്രം വേണം, ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാൻ കുട്ടിച്ചാത്തനിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ എഴുതി തന്നാൽ കുട്ടിച്ചാത്തൻ നിങ്ങളെ ശല്യം ചെയ്യുന്ന വിശ്വസിക്കുന്നു, ഞാൻ ആ വിശ്വാസത്തിന് വഴി തെളിച്ചു തരാം. എല്ലാ പ്രതിഷ്ഠകളും ഗുരു ചെയ്തത്
ആ വിശ്വാസികളുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത്, എന്നെ ആരെങ്കിലും വന്ന് മോസ്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, ചേർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. ആൾക്കാരുടെ വിശ്വാസത്തിന് ഞാൻ ഒരിക്കലും തടസ്സമായി നിൽക്കില്ല എന്നാണ് ഗുരുദേവനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയൊരു കാര്യമാണ്. ഗുരുദേവൻ്റെ സ്വന്തം വിശ്വാസം എന്തായിരുന്നു എന്നുള്ളൊരു രഹസ്യമാണ്, നമുക്കാർക്കും അറിയില്ല. ഉണ്ടോ ഇല്ലോ എന്ന് തന്നെ അറിയില്ല. അത് വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് അറിയുന്ന ഗുരുദേവൻ ഒരു ശിവഭക്തനായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ശിവഭക്തന്മാരായനെ. ബാസവണ്ണ ശിവഭക്തനായിരുന്നു, അതുകൊണ്ട് എല്ലാവരും ബാസവണ്ണ ലിംഗായത്സ് എല്ലാം ശിവഭക്തരാണ്. പക്ഷെ ഗുരുദേവൻ്റെ വിശ്വാസം എന്താണെന്ന് ഗുരുദേവൻ ആരോടും പറഞ്ഞിട്ടില്ല. മറിച്ച് ഗുരുദേവൻ പറയുന്നത് എന്താണ്? ഞാൻ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു, ഞാൻ ബുദ്ധിസം സ്വീകരിച്ചു. വക്കം മൗലവി പറഞ്ഞു, ആകപ്പാടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരൊറ്റ ജെനുവിൻ മുസ്ലിമേ ഉണ്ടായിട്ടുള്ളൂ, അത് നാരായണ ഗുരുവാണെന്ന് വക്കം മൗലവി പറഞ്ഞു. അപ്പം എല്ലാ വിശ്വാസങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുന്നു, അതിൽ കാണുന്ന നന്മ ഉൾക്കൊള്ളുന്നു, അതിനെ പങ്കുവെക്കുന്നു. നബിയെയും യേശു ക്രിസ്തുവിൻ്റെ എല്ലാം അവരുടെ ബുദ്ധനിൽ നിന്നുമൊക്കെ പഠിച്ച നന്മകൾ ഗുരുദേവൻ പങ്കുവെക്കുന്നു. അതാണ് ഗുരുദേവൻ നമ്മളോട് പറയുന്നത്. പക്ഷേ ഗുരുദേവൻ പ്രശ്നവൽക്കരിക്കുന്നത് എൻ്റെ വിശ്വാസത്തിനെ അല്ല. ഞാൻ ഗുരുദേവ ഭക്തനാണെങ്കിൽ എനിക്ക് ഏത് വിശ്വാസവും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഒരു പ്രശ്നവുമല്ല. ഈശ്വര വിശ്വാസം ഇല്ലെങ്കിലും സഹോദരനെ പോലെ, സഹോദരൻ അയ്യപ്പനെ പോലെ ഈശ്വര വിശ്വാസം ഇല്ലെങ്കിലും ഗുരുദേവൻ അത് സ്വീകാര്യമാണ്, ഒരു പ്രശ്നവുമല്ല. ആരുടെയും വിശ്വാസമല്ല പ്രശ്നം. ഗുരുദേവൻ്റെ പ്രശ്നം എന്താണ്? ഞാൻ ഒരു അന്യൻ്റെ, മറ്റൊരാളുടെ വിശ്വാസത്തിനെ ഞാൻ എങ്ങനെ സമീപിക്കും എന്നുള്ളതാണ് ഗുരുദേവൻ്റെ പ്രശ്നവൽക്കരിക്കുന്നത്. എൻ്റെ വിശ്വാസത്തിനെ അല്ല, ഞാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തിനെ എങ്ങനെ സമീപിക്കും എന്നുള്ളത്. അതിലാണ് സംഘർഷവും സൗഹാർദ്ദവും നിലനിൽക്കുന്നത്. എൻ്റെ വിശ്വാസത്തിലല്ല, മറ്റൊരാളുടെ വിശ്വാസത്തിനെ ഞാൻ എങ്ങനെ സമീപിക്കും, അതിലാണ് സംഘർഷവും സൗഹാർദ്ദവും നിൽക്കുന്നത്. അതിനെയാണ് ഗുരുദേവൻ ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് ഗുരുദേവൻ പറയുന്നു അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. എന്നിട്ട് ഒരിക്കലും ഒരു മനുഷ്യനെ വിശ്വാസത്തിൻ്റെ പേരിൽ അപരനാക്കരുത് എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അതെങ്ങനെ അപരവൽക്കരണം നമ്മൾ ഒഴിവാക്കും എന്ന് ഗുരുദേവൻ പറയുന്നു. ആ ഒഴിവാക്കൽ പ്രക്രിയയാണ് ഗുരുദേവൻ പറയുന്നത് എല്ലാ മതങ്ങളെയും പഠിക്കണം, ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി അതിൽ കാണുന്ന നന്മ ഉൾക്കൊള്ളണം, അത് സ്നേഹപൂർവ്വം പങ്കുവെക്കണം എന്ന് ഗുരുദേവൻ പറയുകയാണ്. എന്തുകൊണ്ട്? ഗുരുദേവൻ ഗുരുദേവൻ്റെ എല്ലാ സന്ദേശത്തിൽ പ്രശ്നവൽക്കരിക്കുന്നത് നമ്മുടെ മറ്റ് മതങ്ങളോടുള്ള സമീപനമാണ് പ്രശ്നവൽക്കരിക്കുന്നത്. അതിൽ ദ്വേഷം പാടില്ല, മതദ്വേഷം പാടില്ല, പഠിക്കണം, ഉൾക്കൊള്ളണം. അതാണ് രണ്ടാമത് ഗുരുദേവൻ പറയുന്നത്. മൂന്നാമത് ഗുരുദേവൻ പറയുന്നു, ഇങ്ങനെ ഒരു വിശ്വാസമുള്ള മറ്റ് മതങ്ങളെ ഇങ്ങനെ സമീപിക്കുന്ന ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി, തുറന്ന മനസ്സോടുകൂടി, ഒരു സ്വീകാര്യതയോടുകൂടി എല്ലാ മതങ്ങളെയും, ഒരു മതത്തിന് മാത്രമല്ല എല്ലാ മതങ്ങളെയും സമീപിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ വിവരിക്കുന്നത് എന്നാണ് ഗുരുദേവൻ്റെ അടുത്ത പ്രശ്നം. ആ വിവരണത്തിൽ നിന്നും സംഘർഷം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഗുരുദേവൻ ഈ സംവാദത്തിൽ പറയുന്നു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, RSS ഉണ്ടാകുന്ന ഹിന്ദു മതത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഹിന്ദു മഹാസഭ ഉണ്ടാകുന്നു, അതിൽ നിന്ന് RSS ഉണ്ടാകുന്നു. RSS ഉണ്ടാകുന്ന 11 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം ഗുരു പറയുകയാണ്, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ. ഇല്ലയെന്നല്ല, ഇല്ലല്ലോ. ഒന്നിനെയും നിഷേധിക്കാത്ത ഗുരു പറയുന്നു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ. അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ഗുരു വിശദീകരിക്കുന്നു. ഗുരു പറയുന്നു, ഹിന്ദു എന്നുള്ള വാക്ക് ആദ്യം പുറത്തുള്ള ആൾക്കാർ, ഈ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച് അവർ വിവരിക്കാൻ ഉപയോഗിച്ച ഒരു വാക്കാണ്, ഒരു ജിയോഗ്രാഫിക്കൽ വാക്കാണ്. പക്ഷേ ഗുരു പറയുന്ന അവിടെ വിടുന്നില്ല. ഗുരു പറയുന്നത് ഇന്ന് അതിനൊരു മതപരമായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണ് ഹിന്ദു? മതപരമായി ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്?
ഗുരുദേവൻ പറയുന്നു ഹിന്ദു എന്നുള്ളത് 11 മതങ്ങളുടെ പൊതുപ്പേരാണെന്ന് പറയുന്നു. 11 മതങ്ങളുടെ പൊതുപ്പേരാണെന്ന് പറയുന്നു. ആ 11 മതങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നു. വൈദിക മതം, പൗരാണിക മതം, ശൈവ മതം, വൈഷ്ണവ മതം, അദ്വൈത മതം, വിശിഷ്ട അദ്വൈത മതം, ദ്വൈത മതം, ശാക്തേയ മതം, വൈശേഷിക മതം, സാഖ്യമതം, മീമാംസ മതം, അങ്ങനെ 11 മതങ്ങളെ ഗുരുദേവൻ ലിസ്റ്റ് ചെയ്യുന്നു. ഇതിനെ ഈ 11 മതങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് പേരാണ്, ഒരു പൊതുപ്പേരാണ് ഹിന്ദു എന്ന് ഗുരുദേവൻ പറയുന്നു. വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ 3 മതങ്ങളുടെ പൊതുപ്പേരാണ് സെമിറ്റിക്. ജൂയിഷ് മതം, ക്രിസ്ത്യൻ മതം, മുസ്ലിം മതം. അതിൻ്റെ പൊതുപ്പേരാണ് സെമിറ്റിക്. സെമിറ്റിക് ഒരു മതമല്ല. ഞാൻ സെമിറ്റിക്കിൽ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് പറയാൻ ഒക്കില്ല. ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നു, ഇസ്ലാമിൽ വിശ്വസിക്കുന്നു, ജൂയിഷ് റിലിജനിൽ ജുഡൈസത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് പറയാം. പക്ഷേ ഞാൻ സെമിറ്റിക്കിൽ വിശ്വസിക്കുന്നു എനിക്ക് പറയാൻ ഒക്കില്ല. അതൊരു പൊതുപ്പേരാണ്, ഒരു പൊതുപ്പേര് മതമല്ല. പക്ഷേ ഈ 3 മതങ്ങൾ, സെമിറ്റിക്കിൽ പെടുന്ന 3 മതങ്ങൾ തമ്മിൽ സാമാന്യതകളുണ്ട്. പക്ഷേ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒക്കാത്ത വൈവിധ്യവുമുണ്ട്. അപ്പോൾ ജീസസ് ദൈവത്തിൻ്റെ മകനാണെന്നുള്ളത് ജ്യൂസും മുസ്ലിംസും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പ്രോഫറ്റാണ്, സാധാരണ മനുഷ്യനാണ്, പ്രോഫറ്റാണെന്ന് ക്രിസ്ത്യൻസും ജ്യൂസും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പ്രോഫറ്റിനെയും ജീസസിനെയും ജ്യൂസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഫണ്ടമെൻ്റലാണ്. അപ്പോൾ ഈ 3 മതത്തിലും വിശ്വസിക്കാൻ ഒക്കില്ല. പക്ഷേ ഈ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചാലേ സെമിറ്റിക് ആണെന്ന് പറയാൻ ഒക്കുള്ളൂ. അതുപോലെ ഗുരുദേവൻ നമ്മളോട് പറയുന്നത് ഈ 11 മതങ്ങൾ തമ്മിൽ വലിയ വിഭിന്നതകളുണ്ട്, സാമാന്യതകളുണ്ട്, വിഭിന്നതകളുണ്ട്. ഇത് ഗുരുദേവൻ പറഞ്ഞല്ല, ഞാൻ പറയുന്നത്. ഈ 11 മതങ്ങളും ആര്യ ബ്രാഹ്മണ മതങ്ങളാണ്. ഇതിൽ നമുക്ക് ഇടമില്ല. ഇതിൻ്റെ ഈ ചാതുർവർണ്ണ്യത്തിൽ പെടാത്ത ആൾക്കാർക്ക് അതിൽ ഇടമില്ല. നമ്മൾ ആ ശാസ്ത്രങ്ങൾ വായിക്കാൻ പാടില്ല, പ്രാർത്ഥനകൾ പറയാൻ പാടില്ല, അമ്പലങ്ങളിൽ കയറാൻ പാടില്ല. ജനാധിപത്യത്തിൻ്റെ ശക്തി കാരണം അത് മാറ്റി. ഒരു പരിധി വരെ ഇപ്പോൾ ഈയിടെ ഞാൻ വാദിച്ചു കേരള ഹൈക്കോർട്ടിൽ, ഈ അബ്രാഹ്മണരെ, ഈഴവർ ഉൾപ്പെടെ, നായർ, ഈഴവർ, ബാക്കി എത്രയോ സമുദായങ്ങളിലുള്ള അബ്രാഹ്മണരെ ശബരിമല മേൽശാന്തിയായിട്ട് അപ്ലൈ ചെയ്യാൻ യോഗ്യത കൊടുക്കണം. അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് അനുവദിക്കാത്തത്. അപ്ലൈ ചെയ്യാൻ, എന്നിട്ട് ഏറ്റവും യോഗ്യനെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അതിനെ ഹൈക്കോടതി സ്വീകരിച്ചില്ല. പാരമ്പര്യം നിലനിർത്തണം എന്ന് പറഞ്ഞു. അത് എന്ത് പാരമ്പര്യമാണെന്ന് ഒരു എവിഡൻസും ഇല്ല, ഒരു ഡീറ്റെയിൽസും ഇല്ല. പക്ഷെ അത് പാരമ്പര്യമാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു, തന്ത്രി ക്ലെയിം ചെയ്യുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പാരമ്പര്യമാണ്. അപ്പം നമുക്കതിൽ ഇടമില്ല. ഈ 11 മതങ്ങൾക്ക് നമുക്ക് അതിൽ ഇടമില്ല. നമ്മൾ ഒരു കീഴാളുകളാണെന്ന് വളരെ ക്ലിയറാണ്. അവരിപ്പോൾ അല്ല എന്നൊക്കെ പറയും, പക്ഷേ ഈ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ കണ്ടതുപോലെ വളരെ ക്ലിയറാണ്. ഈ ബ്രാഹ്മണ സഭകൾ അവിടെ വന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആർഗ്യൂ ചെയ്തു. ബ്രാഹ്മണർ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാണൻ പോവും, ഈ പ്രതിഷ്ഠയുടെ പ്രാണൻ പോവും എന്ന് വിശ്വസിക്കുന്നതാണ്. അതായത് ഈ ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള 2 ഈഴവ ശാന്തിമാർക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ അപ്പിയർ ചെയ്തത്. അവർക്ക് അപ്ലൈ ചെയ്യാൻ പോലും പാടില്ല. അപ്പം നമുക്ക് ഇടമില്ലാത്ത 11 മതങ്ങളുടെ ഒരു ഗ്രൂപ്പ് നെയിമാണ് ഹിന്ദു എന്നാണ് ഗുരു പറയുന്നത്. അത് മതമല്ല. അപ്പം നമ്മുടെ ആധ്യാത്മിക എന്താണ്? ബാക്കി വരുന്ന 85% വരുന്ന ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ആധ്യാത്മികത എന്താണ്? അത് വളരെ നല്ലൊരു ആധ്യാത്മികതയാണ്. എന്താണ്? നമ്മൾ കാണുന്ന അമ്പലങ്ങളിൽ പോവും, എല്ലായിടത്തും പ്രാർത്ഥിക്കും. ഈ വൈഷ്ണവ മതത്തിൽപ്പെട്ടവർ ശൈവ മതത്തിൽ പോവില്ല, നമ്മൾ രണ്ടിടത്തും പോവും. നമ്മൾ കാണുന്ന എല്ലാ അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിക്കും. അവിടെ എന്താണ് പ്രാർത്ഥന, ഇത് ഏത് മതത്തിൽപ്പെട്ടതെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ആ പൂജാരി എന്താണ് പറയുന്നത്, ആരെ പൂജിക്കുന്നു, അതിൻ്റെ ട്രഡീഷൻ എന്താണെന്ന് ആ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ മറ്റൊരു മതത്തിൽ പോകില്ല. അദ്വൈത മതത്തിനെ സ്വീകരിക്കുന്ന ഒരാൾ ഒരിക്കലും ദ്വൈത മതത്തിനെയോ വിശിഷ്ട അദ്വൈതത്തിനെയോ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളിതെല്ലാം അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ കാണുന്ന എല്ലായിടത്തും
പ്രാർത്ഥിക്കും, പൂജിക്കും. നമ്മൾ പലരും ഒരു മോസ്ക് കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ഒരു പള്ളി കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ഒരു ഗുരുദ്വാര കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ഒരു പാർസി ടെമ്പിൾ കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കും, ജൂയിഷ് ടെമ്പിൾ കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കും. എല്ലായിടത്തും ദൈവികത കാണുന്ന ഈശാവാസ്യം ഇതം സർവം അവരല്ല വിശ്വസിക്കുന്നത്, ഈ സാധാരണക്കാരാണ് വിശ്വസിക്കുന്നത്. ഈ ആധ്യാത്മികതയുടെ പൊതുപ്പേരെന്താണ് എന്നുള്ളതാണ് പ്രശ്നം. ഗുരു പറയുന്ന ഹിന്ദു അല്ല. ഹിന്ദു എന്ന് വെച്ചാൽ ഈ 11 മതങ്ങളിൽ പെട്ടവർ, അതിലേതെങ്കിലും ഒരു മതത്തിൽ പെട്ട ആൾക്ക് മാത്രമേ പറയാൻ ഒക്കുള്ളൂ ഞാൻ ഹിന്ദുവാണ്. നമുക്ക് പറയാൻ ഒക്കില്ല. അത് ഞാൻ സെമൈറ്റിക് ആണെന്ന് പറയുന്ന പോലെയാണ്. ഞാൻ മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, ജൂ അല്ല, പക്ഷേ ഞാൻ സെമൈറ്റിക് ആണെന്ന് പറയുന്ന പോലെയാണ് ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്നത് എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഗുരു പറയുന്ന ഈ നമ്മളുടെ ആധ്യാത്മികതയ്ക്ക് പൊതുപ്പേരില്ല. ആ പൊതുപ്പേരില്ലാത്തത് കൊണ്ടാണ് ഹിന്ദു എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് നമ്മളെ ഈ 11 മതങ്ങളുടെ ഫോളോവേഴ്സാക്കി മാറ്റുകയാണ്, അനുയായികളായിട്ട് മാറ്റുകയാണ്. അതിൽ നമുക്ക് നമ്മളുടെ വിശ്വാസം അതുമായിട്ട് ഒരു പൊരുത്തവും ഇല്ല. പക്ഷെ നമ്മളെ ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് അതിൻ്റെ അംഗങ്ങളാക്കുകയാണ്, ആ റിലിജൻസിൻ്റെ അംഗങ്ങളാക്കുകയാണ് നമ്മളെ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഒരു സൊല്യൂഷൻ, നമുക്ക് പൊതുപ്പേര് വേണ്ട. ഞാൻ ഹിന്ദു അല്ലെങ്കിൽ ഞാൻ ആരാണ്? എനിക്ക് പൊതുപ്പേരില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു തുറന്ന ആധ്യാത്മികതയുള്ള ഒരാളാണ്. എല്ലായിടത്തും ദൈവികത കാണുന്നു, എല്ലായിടത്തും പ്രാർത്ഥിക്കുന്നു. ഈ കസേര ിലും ദൈവികത ഞാൻ ചിലപ്പോൾ കാണും, ഞാൻ പ്രാർത്ഥിക്കും. ആർക്കും അത് തടയാൻ ഒക്കില്ല. ദൈവസങ്കല്പം ഞാനാണ് നിയന്ത്രിക്കുന്നത്, മനുഷ്യനാണ് നിയന്ത്രിക്കുന്നത്, മതമല്ല. മനുഷ്യൻ നിയന്ത്രിക്കുന്നു. ദൈവസങ്കല്പവും എങ്ങനെ പ്രാർത്ഥിക്കും, എപ്പോൾ പ്രാർത്ഥിക്കും, ഇതൊക്കെ മനുഷ്യനാണ് തീരുമാനിക്കുന്നത്, മതമല്ല. അങ്ങനത്തെ ഒരു ആധ്യാത്മികതയുടെ പൊതുപ്പേര് എന്താകണമെന്ന്, ഒന്നുകിൽ പൊതുപ്പേര് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചുകൂടെ എന്ന് ഗുരു പറയുന്ന ഒരു 2-3 പേരുകൾ പറയുന്നു. അതിൽ അവസാനം പറയുന്ന പേരാണ് മാനവധർമ്മം. 100 വർഷം മുമ്പ് ഗുരു പറയുന്നു, നിങ്ങൾക്കൊരു പൊതുപ്പേര് വേണമെങ്കിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, ഈ 11 മതങ്ങളെ മാത്രമല്ല, എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന, ഉൾക്കൊള്ളുന്ന മനുഷ്യൻ്റെ ധർമ്മം, മാനവധർമ്മം, മനുഷ്യൻ തീരുമാനിക്കുന്ന ധർമ്മം എന്നുള്ള പൊതുപ്പേര് ഉപയോഗിക്കണം എന്നാണ് ഗുരു. ആവശ്യമുണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഗുരു പറയുന്നത്. അതുപോലെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അപ്പോൾ ഇതിന് വലിയൊരു ഉദാഹരണം ഉണ്ടായി. ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ ഈ മാനവധർമ്മത്തിനെക്കുറിച്ച് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമാണ്, അതിൽ ആർക്കും ഇൻ്റർഫിയർ ചെയ്യാൻ ഒക്കില്ല എന്ന് പറയുന്ന, പക്ഷേ മനുഷ്യൻ തീരുമാനിക്കുന്ന മതങ്ങൾക്ക് എല്ലാവർക്കും ഇടമുള്ള, തുറന്നു കിടക്കുന്ന ഒരു സങ്കല്പമാണ് ശ്രീനാരായണ മാനവധർമ്മം എന്ന് ഞങ്ങൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ വിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിം എണീറ്റെന്ന് പറഞ്ഞു, ഞാനും മാനവധർമ്മത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ മുസ്ലിമിനെയും ആ ക്രിസ്ത്യനെയും ആ ദളിത്തിനെയും എല്ലാവരെയും ഉൾപ്പെടുത്തി, പെട്ടെന്ന് ഗുരുവിൻ്റെ വാക്കുകൾ കാരണം ഒരു കൂട്ടായ്മയുണ്ടായി, മാനവധർമ്മം കൂട്ടായ്മ. നമുക്ക് എല്ലാവർക്കും ഇടമുള്ള ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് ഒരു വിശ്വാസമേ ഉള്ളൂ, ഞാൻ എന്ത് വിശ്വസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ വിശ്വാസത്തിൽ നിന്ന് അവരനും സുഖമായി വരണം, ആരെയും ദ്രോഹിക്കാൻ പാടില്ല, സദാചാരം വേണം. ഈ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിൽ നിന്നും നമ്മൾ പരസ്പരം പഠിക്കും, നമ്മൾ തന്നെ തീരുമാനിക്കും എന്താണ് നന്മ, എന്താണ് നമുക്ക് സ്വീകാര്യമല്ലാത്തത്. നമ്മൾ തുറന്ന് ഡിസ്കസ് ചെയ്യും, പഠിക്കും, പങ്കുവെക്കും. ആ ഒരു കൂട്ടായ്മയിൽ എല്ലാവർക്കും തുറന്നു കിടക്കുന്നു. ഈ മുസ്ലിം പോലും പറയുന്നു, ഞാൻ ഈ ധർമ്മത്തിൽ പെട്ട ആളാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്നാണ് പറയുന്നത്.
അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ തിയററ്റിക്കലായിട്ട് പറയുന്നു, പക്ഷേ ഗുരുവിൻ്റെ വാക്കുകളുടെ പ്രാക്ടിക്കൽ ഇമ്പാക്റ്റ്, പവർ ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്തത്. വാസു, എനിക്ക് വളരെ ഒരു മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു ഈ മുസ്ലിം എണീറ്റ് പറയുന്നു ഞാൻ ഈ ശ്രീനാരായണ മാനവധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഗുരുദേവൻ നമുക്ക് തരുന്ന ഒരു അപ്രോച്ച്, ഈ മത സംഘർഷം ഇല്ലാതാക്കാൻ. അപ്പോൾ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അന്തസത്ത് ഗുരു പറഞ്ഞത് ഈ വിവിധ മത അനുയായികൾ കലഹിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് 1 വർഷവും 7 മാസവും 4 ദിവസവും കഴിഞ്ഞ് ഗുരു അതിനൊരു ഫ്രെയിം വർക്ക് നമുക്ക് തരുന്നു. ആ ഫ്രെയിം വർക്കാണ് മാനവധർമ്മം. അപ്പം നമുക്ക് ഒരു സൈഡിൽ 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങൾ, നമുക്ക് ഇടമില്ലാത്ത ആര്യൻ ബ്രാഹ്മണ മതങ്ങളുടെ പൊതുപ്പേര് നമുക്ക് ഉപയോഗിക്കാം. അവർ തീരുമാനിച്ച, അവർ പോലും അല്ല, പുറത്ത് ഈ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പൊതുപ്പേരാണ് ഹിന്ദു. ആ പൊതുപ്പേര് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന സനാതനധർമ്മം, അതിലേക്ക് ഞാൻ അവസാനം ബ്രീഫ്ലി വരാം, എന്നുള്ള പൊതുപ്പേര് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നാരായണ ഗുരു നമുക്ക് തരുന്ന, നിർദ്ദേശിച്ച മാനവധർമ്മം എന്നുള്ള തുറന്ന എല്ലാവർക്കും ഇടമുള്ള ഒരു പൊതുപ്പേര് നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമുദായം എന്താണ് നമ്മൾ തീരുമാനിക്കും. നമ്മുടെ വിശ്വാസം എന്താണ്, സമുദായം എന്താണ്. നമ്മൾ ഈഴവനാകാം, മുസ്ലിമാകാം, ക്രിസ്ത്യനാകാം, പുലയ കമ്മ്യൂണിറ്റിയിലാകാം, സാംബവ കമ്മ്യൂണിറ്റിയിലാകാം, ഏത് സമുദായത്തിൽപ്പെട്ട ഒരാളുമാകാം. പക്ഷേ നമ്മുടെ മതം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുന്നത് നമ്മുടെ മതത്തിൻ്റെ പൊതുപ്പേര് ശ്രീനാരായണ മാനവധർമ്മമാണ്, മാനവധർമ്മമാണ്. ശ്രീനാരായണ ഗുരു സൂചിപ്പിച്ചത് ശ്രീനാരായണ മാനവധർമ്മം എന്നല്ല, പക്ഷേ മാനവധർമ്മം എന്നാണ് എന്ന് പറയാം. ഗുരു സ്പഷ്ടമാക്കിയത് ജാതി എന്നുള്ള വാക്കിൻ്റെ ഒരു സിഗ്നിഫിക്കൻസാണ്. ജാതി ഗുരു ഉപയോഗിക്കുന്നത് ജന്മരീതിയെ സൂചിപ്പിക്കാനാണ്. ജന്മരീതി, അതായത് ഒരു സ്പീഷീസിൻ്റെ ജന്മരീതിയാണ് ജാതി. സംസ്കൃതത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത് ഒരു ജാതി മനുഷ്യന്, എന്നുവെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയേ ഉള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും. എല്ലാ മനുഷ്യരും ഒരു സ്ത്രീ പ്രസവിച്ചുണ്ടാകുന്നതാണ്. അല്ല, ചില മനുഷ്യർ സ്ത്രീ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞുണ്ടാകുകയല്ല, അല്ലെങ്കിൽ ലാർവയായിട്ടുണ്ടാകുകയല്ല. എല്ലാവരും ഒരേ ജന്മരീതിയിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഒരു ജാതി മനുഷ്യന്, ഒരു ജന്മരീതി മനുഷ്യന്. അപ്പം നമ്മുടെ ജാതി ഈഴവനല്ല, പുലയനല്ല, പറയനല്ല, നമ്മുടെ ജാതി മനുഷ്യനാണ്. പിന്നെ ഈഴവൻ എന്താണ്, പുലയൻ എന്താണ്, സാംബവൻ എന്താണ്? സമുദായമാണ്. സമുദായത്തിൻ്റെ വാക്ക് സമ ഉദയം. നമ്മൾ എല്ലാ മനുഷ്യരും ഈ ലോകത്ത് എല്ലായിടത്തും പല സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്. നമ്മൾ ഒരു സമുദായത്തിൽ മാത്രമല്ല, പല സമുദായങ്ങളിലും പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈഴവ എന്ന് പറഞ്ഞാൽ സമുദായമാണ്, വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ സമുദായമാണ്, ജാതിയല്ല. ജാതി ഒരു ജാതിയേ ഉള്ളൂ. അതാണ് ഗുരു പറയുന്നത്, ജാതി ഭേദമില്ല, മതദ്വേഷമില്ല. ഇത് നമുക്ക് ക്ലിയർ ആയാൽ എല്ലാം വളരെ ക്ലിയർ ആവും. നമുക്ക് സമുദായമുണ്ട്, മതം. ഒരു മതം എന്ന് വെച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതവിശ്വാസമല്ല, പക്ഷെ എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്ന, അതിൽ നിന്നും പരസ്പരം പഠിച്ച് സ്നേഹപൂർവ്വം പങ്കുവയ്ക്കുന്ന ഒരു സമീപനം. അതാണ് മാനവധർമ്മം. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് ഗുരു തരുന്നു. ഈ ഫ്രെയിം വർക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഗുരു പറഞ്ഞ, നമുക്ക് ഒരു വാർണിംഗ് തന്ന വലിയ തോതിലുള്ള മതസംഘർഷം ഉണ്ടാകുന്നു. അത് വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇന്ത്യയെ രക്ഷിക്കാൻ ഈ ഗുരുവിൻ്റെ അപ്രോച്ച് മാത്രമേ, അപരവൽക്കരണത്തിൻ്റെ എതിരെയുള്ള സന്ദേശം മാത്രമേ നമ്മളെ ഈ രാജ്യത്തിനെയും ലോകത്തിനെയും രക്ഷിക്കാനൊക്കെ ഉള്ളൂ. കാരണം ഗുരുവിൻ്റെ ഫോക്കസ് മറ്റുള്ള ആൾക്കാരുടെ വിശ്വാസത്തിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് ഗുരുവിൻ്റെ ഫോക്കസ്.
അതാണ് സംഘർഷമുണ്ടാക്കുന്നത്. അതിന് പരിഹാരം ഗുരു തരുന്നു. അതിൽ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ആൾക്കാരെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഈ മതസംഘർഷം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ഒക്കും എന്നെനിക്ക്, നേരിടാൻ ഒക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഇത്രയും നേരം ഏകദേശം 1 മണിക്കൂർ എനിക്ക് സമയം തന്നതിന് നന്ദി. സാവകാശം സമാധാനമായി എല്ലാവരും കേട്ടു. ഇതാണ് നമ്മുടെ സർവ്വമത സമ്മേളനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ മതസംഘർഷത്തിനെ ഇല്ലാതാക്കുന്നത്, മതമൈത്രി ഉണ്ടാക്കുന്നത്. ആ ആലുവയുടെ പൊരുൾ അയോധ്യ അനന്തര ഇന്ത്യ സംരക്ഷിക്കണം നാരായണ ഗുരുവിൻ്റെ പാതയിലൂടെ. വളരെ നന്ദി. താങ്ക് യു.